വിവാദ പരാമർശത്തിന് പിന്നാലെ സദസ്സിൽ വലിയ പ്രതിഷേധമുണ്ടായി. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നിട്ടുള്ള ജാതി വിവേചനത്തിനെതിരെ നടന്നിട്ടുള്ള സമരം, ആ സമരത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് അന്നേ അടൂര് സ്വീകരിച്ചൊരു നിലപാടുണ്ടായിരുന്നു. അതിനെ പൂർണ്ണാർത്ഥത്തിൽ ഇന്ന് ഈ കോൺക്ലേവിനിടെ തള്ളിപ്പറയുകയാണ്. ഒപ്പം ദളിതർക്ക് പണം നൽകുന്ന, സിനിമ നിർമ്മിക്കുന്നതിൽ പണം നൽകുന്നതിൽ പരിശീലനം വേണം. ആദ്യ 3 മാസം പരിശീലനം നടത്തൂ, അതിനുശേഷം മാത്രമേ അവർക്ക് പണം നൽകാവൂ എന്നുള്ളതാണ്. 1.5 കോടി രൂപ നൽകുന്നത് വളരെ കൂടുതലാണെന്നുള്ളതാണ് അടൂരിന്റെ ഈ വിഷയത്തിലുള്ള പരാമർശം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് സംസ്ഥാന സർക്കാർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പ്രത്യേക ഫണ്ട് അനുവദിക്കുന്നുണ്ട് സിനിമ നിർമ്മിക്കുന്നതിനായി. അതിനെതിരെ ഉൾപ്പെടെയാണ് അടൂരിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഒരു പരാമർശം, തീർത്തും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ജി നാഥൻ, രാഹുൽ, ഇതൊരു സ്വാഭാവികമായിട്ടും വിഭാഗത്തെ, ദളിത് എന്നുള്ള വിഭാഗത്തെ, സ്ത്രീ എന്നുള്ള വിഭാഗത്തെ അധിക്ഷേപിക്കുകയാണ് ഇതിലൂടെ അടൂര് ചെയ്യുന്നതിൽ സംശയമില്ല. പക്ഷെ ആ വേദിയിൽ ഡോക്ടർ ബിജു ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന വേദിയിലാണ് അദ്ദേഹത്തെ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരാമർശം അടൂര് നടത്തുന്നത് എന്നുള്ളതാണ്. അവിടെ വ്യക്തിയാധിക്ഷേപം കൂടി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്തായാലും പൊതുവിൽ ഇത്തരമൊരു നിലപാട് ഈ കാലത്തും പറയാൻ കഴിയുന്ന ആൾ എന്തായാലും വേദിയിലുള്ളവരെ ശ്രദ്ധിച്ചു കാണില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വേദിയിലുള്ള വ്യക്തികളെ ശ്രദ്ധിക്കാനോ അതിനപ്പുറത്തേക്ക് അവരെ പരിഗണിക്കാനോ ഉള്ള ഒരു നിലയിലുള്ള പ്രസ്താവനയല്ല നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ കോൺക്ലേവ് എന്താണ്, അതിന്റെ അടിസ്ഥാനമായുള്ള അതിന്റെ അത് ഉദ്ദേശിക്കുന്ന നീതി എന്താണ്, കോൺക്ലേവിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാത്ത തരത്തിലൊരു പ്രസ്താവനയാണ് ഉണ്ടായത്. ഒരു പക്ഷേ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക്, സാംസ്കാരിക വകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് അതിന്റെ സമാപന സമ്മേളനത്തിൽ ഏറ്റവും ഒടുവിൽ കലമുടയ്ക്കുന്ന രീതിയിലേക്ക് ഈ പ്രസ്താവന വരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം തുല്യത എന്ന വാക്ക് മന്ത്രി ആവർത്തിക്കുമ്പോൾ, സംഘാടകർ ആവർത്തിക്കുമ്പോൾ, ഈ പരിപാടി കഴിയുമ്പോൾ അത്തരമൊരു പുതിയ സിനിമാ ലോകത്തേക്ക്, നല്ല നാളെയിലേക്ക് പോകുമെന്ന് പറയുന്ന തരത്തിലേക്കാണ് ഈ പരിപാടി സംഘടിപ്പിച്ചു വെച്ചത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികളാകട്ടെ, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഓരോ ആശയങ്ങളാകട്ടെ, അവയിൽ മാറ്റം ഉണ്ടാകണം. ആ മാറ്റം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ പരിശീലനം അത് അനിവാര്യമാണെന്ന് പറയുകയല്ല, അത് പൊതുവായി പറയുന്നതിനപ്പുറത്തേക്ക് ചില വിഭാഗത്തിന് മാത്രം കൊടുക്കുന്ന പണം അത് അധികമാണെന്നും അവർ നിർമ്മിക്കുന്ന സിനിമകൾ പലതും നിലവാരമില്ലാത്ത ആയതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ അളവിൽ മാത്രം പണം നൽകും. അപ്പം 3 മാസം വലിയ പരിശീലനം നൽകണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പരിശീലനം അനിവാര്യമാണെങ്കിൽ അത് വിശാലമായ അർത്ഥത്തിൽ അടൂരിന് അവതരിപ്പിക്കാമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഇൻക്ലൂസീവായ പദ്ധതികൾക്ക് മാത്രം അത് ചുരുങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത് അത് വിശാലമായ വീക്ഷണത്തിന്റെ പ്രശ്നമാണ്. അത് തന്നെയാണ് ഇവിടെ വിമർശനമായി ചൂണ്ടിക്കാട്ടിയത്. പറയേണ്ട, ഇങ്ങനെ സിനിമ, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പണം ചെലവാക്കുമ്പോൾ അല്ലെങ്കിൽ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കടന്നു വരുന്ന ആളുകൾക്ക് പരിശീലനം നൽകൂ എന്ന് വേറൊരു അർത്ഥത്തിൽ, രാഹുൽ പറഞ്ഞ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ അടൂരിന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരമോ എന്ന് അടൂര് ചോദിക്കുന്ന വേദി സ്ത്രീ ആയതുകൊണ്ട് മാത്രം ചൂഷണം ചെയ്യപ്പെടുകയും, സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവസരം നിഷേധിക്കപ്പെടുകയും, സ്ത്രീ ആയതുകൊണ്ട് മാത്രം ശബ്ദമുയർത്താൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന ഒരു മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്നതുകൊണ്ട്, അത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നൊരു കോൺക്ലേവ് അവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് എന്തുകൊണ്ട് അടൂരിനെ പോലെ ഒരാൾക്ക് ഓർക്കാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്.